വഞ്ചിയൂരിൽ മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷകയ്ക്ക് സർക്കാരിന്റെ പിന്തുണ. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ശ്യാമിലിയെ നേരിൽ കണ്ട് നിയമമന്ത്രി പി രാജീവ് ഉറപ്പു നൽകി. അതേസമയം പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഇപ്പോഴും ഒളിവിലാണ്. ക്രൂരമർദ്ദനമേറ്റ ശ്യാമിലിയെ വഞ്ചിയൂരിലെത്തിയാണ് നിയമമന്ത്രി പി രാജീവ് പിന്തുണ അറിയിച്ചത്. നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ബാർ കൗൺസിലിനെ അറിയിക്കുമെന്നും പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ഇത് കേരളത്തിൽ ഇതിനു മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ശ്യാമിലിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുന്നുണ്ട്. കുറ്റവാളിയെ പിടികൂടുന്നതിനാവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കും. മറ്റു തരത്തിലുള്ള നടപടികൾ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വഴി സ്വീകരിക്കാൻ സർക്കാർ ശരിയായ രൂപത്തിൽ ഇടപെടുകയും ചെയ്യും. സംഭവത്തിൽ വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടും. ഒളിവിൽ പോയ പ്രതി ബെയിലിൻ ദാസിനെ ഉടൻ പിടികൂടണമെന്ന് ചെയർപേഴ്സൺ പി സതീദേവി. ഈ അഭിഭാഷകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയും ഒരു പിന്തുണ ഉണ്ടാവരുത് എന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടും. അതേസമയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്യാമിലി വിങ്ങിപ്പൊട്ടി. പ്രതിയെ പിടികൂടാൻ സാഹചര്യമുണ്ടായിട്ടും ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ വിലക്കിനെ തുടർന്ന് പോലീസ് തിരിച്ചുപോയി. വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെന്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സെമ്മി പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും 5 മാസം ഗർഭിണിയായിരുന്ന സമയത്തും ബെയിലിൻ ദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ശ്യാമിലി വെളിപ്പെടുത്തി. സീനിയർ ആയതുകൊണ്ടാണ് അന്ന് പരാതി നൽകാതിരുന്നതെന്നും ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ പറയുന്നു. മുഖത്തും കണ്ണിലുമായി എത്ര തവണ മർദ്ദിച്ചെന്ന് ഓർമ്മയില്ല. ആദ്യ അടിയിൽ നിലത്തു വീണു. എണീറ്റ് 3ാമത്തെ അടിയിൽ ഓർമ്മ നഷ്ടമായി. ഓർമ്മയുള്ളപ്പോൾ പറഞ്ഞതെല്ലാം അറയ്ക്കുന്ന വാക്കുകൾ. അതേസമയം ശ്യാമിലിയുമായി വഞ്ചിയൂർ പോലീസ് ബെയിലിൻ ദാസിന്റെ ഓഫീസിലെത്തി മഹസർ തയ്യാറാക്കി. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. രാവിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശ്യാമിലി ചികിത്സ തേടിയിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.